അമ്മേ. മോളെ, നീ ഭക്ഷണം കഴിച്ചോ? ആ കഴിച്ചു. എന്താ കഴിച്ചേ? ചോറ്. ചോറല്ല, ചോറിന്റെ കൂടെ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നാ ചോദിച്ചത്. ചോറിന്റെ കൂടെ പരിപ്പ് കറി ഉണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു, പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ വിഭവങ്ങളും എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവാറുണ്ട്. കുറച്ച് ദിവസത്തേക്ക് ഗ്യാസ് ഉണ്ടാവുന്ന സാധനങ്ങളൊന്നും കഴിക്കരുത് കേട്ടോ. വയറ് വീർത്ത പ്രശ്നോ? പിന്നെ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ജോലിയൊന്നും ചെയ്യാൻ നിൽക്കണ്ട. കുറച്ചു നേരം എവിടെയെങ്കിലും ഒന്ന് വിശ്രമിച്ചിട്ട് മതി. കുറച്ചുറങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. ശരി, ചെയ്തോളാം. പിന്നെ രാവിലെ വൈകിട്ട് കുറച്ചു ദൂരം നടന്നോ. അവിടെ ഉമ്മറത്ത് തന്നെ നടന്നാലും മതി. ആ നിർമ്മലെ മോളും ഒക്കെ ചിലപ്പോ മോളോട് എന്തെങ്കിലുമൊക്കെ പറയും. അതൊന്നും കാര്യമാക്കണ്ട. നമുക്ക് നമ്മുടെ കാര്യം മാത്രമേ ഉള്ളൂ. ശരി. അമ്മയോട് എന്ത് ചെയ്യാ? ഞാനും സുനന്ദയും കൂടെ ഇവിടെ സംസാരിച്ചോണ്ട് നിൽക്ക. അല്ല കേട്ടോ കൃഷ്ണേ, ഇവിടെ കുറെ നേരമായിട്ട് ഞങ്ങൾ എണ്ണ കാച്ചിക്കൊണ്ടിരിക്കുക. അമ്മേ, ഫോൺ ഒന്ന് സ്പീക്കറിൽ ഇടാൻ പറഞ്ഞേ സുനന്ദേച്ചിയോട്. ഫോൺ സ്പീക്കറിലിടെ. സുനന്ദേച്ചി, അമ്മ എത്ര നേരായി അടുപ്പിന്റെ അടുത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട്? പറയല്ലേ? അമ്മ ഇപ്പൊ പറഞ്ഞതേ എന്നോട് പറയണ്ടെന്നല്ലേ? അല്ലേ? എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാലേ ഉടനെ അങ്ങ് ഇറങ്ങിക്കോളും. കുറെ കാടും പടലവും എല്ലാം കൂടെ പറിച്ചോണ്ട് വന്ന് വേവിക്കാൻ. എന്നിട്ടോ വയ്യണ്ടായിക്കോട്ടെ. ഇത്തിരി വയ്യാണ്ടായാലും കുഴപ്പമൊന്നുമില്ല മോളെ. എന്റെ മോൾക്ക് വിശേഷമായിട്ടിരിക്കല്ലേ, അവക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യണം. ഇനി അതിനിടയ്ക്ക് എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ അങ്ങ് പോട്ടെ എന്ന് വെക്ക് ഞാൻ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കൃഷ്ണമോളെ. സത്യം പറഞ്ഞ നീ ഇവിടെ ഇല്ലാത്തത് ഭാഗ്യമാണെന്ന് കരുതിയാ മതി. അല്ലായിരുന്നെങ്കിലേ നിന്നെ പരിചരിച്ച് പൊറുതി മുട്ടിച്ചു കളഞ്ഞേനെ. ഞാൻ എന്റെ കുഞ്ഞിനെ ഇപ്പൊ ഇത്ര പരിചരിച്ചാ നിനക്കെന്താ? ഇതൊക്കെ അമ്മമാരുടെ അവകാശമാ. അതെപ്പോഴും കിട്ടുന്ന കാര്യമൊന്നും അല്ല. അത് ശരിയാ. എപ്പോഴെപ്പോഴും മക്കൾക്ക് ഗർഭിണിയാവാൻ പറ്റില്ലല്ലോ. അമ്മ ഇത്രയും നേരം അവിടെ ഇരുന്നല്ലേ, ഇനി ഇരിക്കരുത് കേട്ടോ. ഒരുപാട് പുകയൊക്കെ അടിച്ചാല് വയ്യണ്ടായി പോവും. ഇല്ലടി മോളെ, ദേ ഇപ്പൊ ഈ അടുപ്പത്തിരിക്കുന്നത് ഇറക്കി കഴിഞ്ഞു. പിന്നെ അതൊന്ന് ആറുമ്പോ കുപ്പിയിലാക്കണം. എന്നിട്ട് എല്ലാം കൂടി എടുത്ത് നാളെ രാവിലെ അങ്ങോട്ട് വരും. അത്ര തന്നെ. മോള് വൈകുന്നേരം വിളിക്കണം കേട്ടോ. വിളിക്കാം. തങ്കേച്ചി, ഇപ്പൊ നിങ്ങൾ അമ്മയും മോളും കൂടി സംസാരിക്കുന്ന കേൾക്കാൻ നല്ല രസമാ. കാരണം രണ്ടാൾക്കും ജീവിക്കണം എന്നുള്ളൊരു മോഹമൊക്കെ ഉണ്ടല്ലോ. ഉണ്ട് സുനന്ദേ. ഇപ്പൊ എന്റെ മോൾക്കൊരു ജീവിതമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് സന്തോഷമുണ്ട്.